ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മാൻ മുണ്ടക്കൽ നേതൃത്വം നൽകുന്ന സ്നേഹദീപം ഭവന പദ്ധതി പ്രകാരമുള്ള 59ാം സ്നേഹവീടിന്റെ താക്കോൽ സമർപ്പണം നടന്നു. പാതുവായിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു KM താക്കോൽ സമർപ്പണം നിർവഹിച്ചു. സ്നേഹദീപം പദ്ധതിയിലൂടെ വീട് നിർമ്മിച്ചു നൽകുന്ന പ്രവർത്തനങ്ങൾ മനുഷ്യ സ്നേഹത്തിന്റെ യഥാർത്ഥ മുഖമാണെന്ന് ജില്ലാ പോലീസ് മേധാവി അഭിപ്രായപ്പെട്ടു. സമൂഹത്തിൽ ഇപ്പോഴും നന്മയുള്ള നിരവധി മുഖങ്ങൾ ഉണ്ട് എന്നതിന്റെ സാക്ഷ്യമാണ് സ്നേഹദീപം പദ്ധതി എന്ന് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. ജോസ്മാൻ മുണ്ടക്കൽ ഇവിടെ പ്രസംഗിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായിട്ട് ഞാൻ കേട്ടു. നമ്മൾ സമൂഹത്ത് നമ്മളിന്ന് കാണുന്നത് കഴിഞ്ഞ ഒരു മാസമായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ ഞങ്ങൾ വളരെയധികം വർക്ക് ചെയ്യുന്നുണ്ട്. വളരെയധികം കേസുകൾ പിടിച്ച് മനുഷ്യത്തെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള പല പല കുറ്റകൃത്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നു. അപ്പോൾ ആ ഒരു മേഖല ഒരു ഭാഗം നിൽക്കുമ്പോൾ അതിൻ്റെ മറുവശം പോലെയുള്ള ഇതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ സപ്പോർട്ടോടുകൂടി ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ അത് യാതൊരു മൂലധനമില്ലാതെ തുടങ്ങിയ ഒരു പ്രസ്ഥാനം ഇപ്പം 59 കഴിഞ്ഞു, 60, 61, 62 എന്ന എണ്ണം പറഞ്ഞ് ദിനംപ്രതി മുമ്പോട്ട് ഓരോ വീടുകൾ വെച്ച് പാവപ്പെട്ടവർ കൊടുക്കുമ്പോൾ അത് ജനങ്ങളുടെ 100% സഹകരണത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഇച്ഛാശക്തിയുടെയും ഫലമായി. സ്നേഹദീപം അകലകുന്നത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള 3ാം സ്നേഹവീടാണ് നൽകിയത്. അമേരിക്കൻ മലയാളിയായ കിടങ്ങൂർ സ്വദേശി സൈമൺ കോട്ടൂരാണ് വീട് നിർമ്മാണത്തിന് ആവശ്യമായ ഫണ്ട് സ്നേഹദീപം സൊസൈറ്റിക്ക് നൽകിയത്. യോഗത്തിൽ അകലകുന്ന സ്നേഹദീപം പ്രസിഡന്റ് ഫിലിപ്പ് വെള്ളാപ്പള്ളി അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മാൻ മുണ്ടക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജ്യോതി ബാലകൃഷ്ണൻ, കൊഴുവനാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആലിസ് ജോയി മറ്റത്തിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോയി മാടയാങ്കൽ, ഷാജി ഗണപതി പ്ലാക്കൽ, ഷീന രാജേഷ്, സാജി വളവനാൽ, അകലകുന്ന ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഉഷ ഷാജി, സ്നേഹദീപം സൊസൈറ്റി ഭാരവാഹികളായ ടോമിച്ചൻ പിരിയമാക്കൽ, ജഗന്നിവാസൻ പീഡിക്കപ്പറമ്പിൽ, ബേബി ചിറവയലിൽ എന്നിവർ പ്രസംഗിച്ചു.